നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ്ങിനെ പറ്റിയിട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹം ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള പൈസ ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും അധികം ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ, എന്നാൽ നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ വലിയ നഷ്ടങ്ങളില്ലാതെ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ പൈസയെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രൂപത്തിൽ സെറ്റപ്പ് ചെയ്ത് വെക്കുന്ന രീതിയാണ് FD ലാഡറിങ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ് എന്ന് പറയാ. നമ്മൾ പല കാലയളവിൽ പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആസ്ക്രിപ്പി ബാങ്ക് സർവീസിലെ മെമ്പർ ആയിട്ടുള്ള അദ്ദേഹം FD ലാഡറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഡിഫറെന്റ് ബാങ്കുകളിലാണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. ഒന്നാമത്തെ ബാങ്കിൽ അദ്ദേഹം ഓൺലൈൻ ആക്സസ് ഉള്ള ബാങ്കാണ്, എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാം. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഓരോ ആഴ്ചയും മെച്ചർ ആവുന്ന രീതിയിലുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 9 ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ ഓരോ ആഴ്ചയും മെച്ചർ ആവുന്ന രീതിയിൽ ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പറ്റുന്ന രീതിയിൽ FD ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ആഴ്ച അദ്ദേഹം 3 ആഴ്ചത്തേക്കുള്ള 21 ദിവസത്തേക്കുള്ള ഒരു FD ചെയ്തു. അപ്പൊ മൂന്നാമത്തെ ആഴ്ച അത് മെച്ചുറായി. രണ്ടാമത്തെ ആഴ്ച വന്നിട്ട് അടുത്ത ഒരു FD 1 ലക്ഷം രൂപയുടെ FD വീണ്ടും ഒരു 3 ആഴ്ചക്കുള്ള FD ചെയ്തു. ആദ്യത്തെ ആഴ്ചയിലെ FD 4ാമത്തെ ആഴ്ച മെച്ചുറായി, രണ്ടാമത്തെ ആഴ്ചയിലെ FD 5ാമത്തെ ആഴ്ചയിൽ മെച്ചുറായി. മൂന്നാമത്തെ ആഴ്ച വന്നിട്ട് അദ്ദേഹം വീണ്ടും 1 ലക്ഷം രൂപ 3 ആഴ്ചത്തേക്ക് എന്ത് ചെയ്തു? FD ചെയ്തു. അപ്പോ 3ാമത്തെ ആഴ്ചയിൽ FD 6ാമത്തെ ആഴ്ച മെച്ചുറായി. അപ്പോ 1 4ലേക്കും 2 5ലേക്കും 3 6ലേക്കും മെച്ചുറായി. അത് ആഴ്ച എല്ലാ ആഴ്ചയും. അപ്പൊ ഈ 3ാമത്തെ ആഴ്ചയിലെ FD കഴിഞ്ഞിട്ട് 4ാമത്തെ ആഴ്ചയിലെ FD എന്താണ്? 1 എന്ന് പറഞ്ഞിട്ടുള്ള FD 4ാമത്തെ ആഴ്ച മെച്ചുർ ആവുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി? റിന്യൂ ആയി 7ാമത്തെ ആഴ്ച മെച്ചുർ. 1 4 7ലേക്ക് അത് മെച്ചുറായി. അപ്പൊ ഈ രണ്ടാമത്തെ FD എന്താവും? 2 5ാമത്തെ ആഴ്ചയിൽ മെച്ചുറായി, 5ൽ നിന്ന് 8ാമത്തെ ആഴ്ചയിലേക്ക് മെച്ചുറായി, 3 6ലേക്ക് മെച്ചുറായി, 9ലേക്ക് മെച്ചുറായി. അത് ആ സൈക്കിൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ 3 FD കൊണ്ട് എല്ലാ ആഴ്ചയും ഓരോ ലക്ഷം രൂപ ആവശ്യം വന്നാലും ഒരു നഷ്ടവുമില്ലാതെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം ആഴ്ചയിലുള്ള FDകളെ 3 ലക്ഷം രൂപയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. സെയിം മെത്തേഡ് അടുത്ത ബാങ്കിൽ മാസക്കണക്കിന് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ആഴ്ച ചെന്നിട്ട് 3 മാസത്തേക്കുള്ള ഡെപ്പോസിറ്റ് ചെയ്തു. രണ്ടാമത്തെ ആഴ്ച ചെന്നിട്ട് വീണ്ടും 3 മാസത്തേക്കുള്ള ഡെപ്പോസിറ്റ് ചെയ്തു. മൂന്നാമത്തെ മാസം ചെന്നിട്ട് വീണ്ടും 3 മാസത്തേക്ക് ചെയ്തു. അപ്പോ 1ാമത്തെ മാസത്തെ ഡെപ്പോസിറ്റ് 4ാമത്തെ മാസം മെച്ചുറായി, അത് വീണ്ടും മെച്ചുറാകുമ്പോൾ 7ാമത്തെ മാസം. രണ്ടാമത്തെ ആഴ്ചയിൽ ഡെപ്പോസിറ്റ് 2ാമത്തെ ആഴ്ചയിൽ നിന്ന് 5ാമത്തെ ആഴ്ചയിൽ മെച്ചുറായി, 8ാമത്തെ ആഴ്ചയിൽ വീണ്ടും മെച്ചുറായി. 3ാമത്തെ മാസം 6ാമത്തെ മാസത്തേക്ക് വീണ്ടും മെച്ചുറായി, 9ാമത്തെ മാസത്തേക്ക് അടുത്ത മെച്യൂരിറ്റി വന്നു. അപ്പോ ഓരോ മാസവും അദ്ദേഹത്തിന് അടുത്ത ഓരോ ലക്ഷം രൂപ മെച്ചുർ ആവുന്നുണ്ട്. അത് എല്ലാം ഓട്ടോ റിന്യൂവൽ ആണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും അടക്കം അത് റിന്യൂ ആയിക്കൊണ്ടിരിക്കും. സെയിം കാര്യം അദ്ദേഹം വർഷക്കണക്കിനും ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ 1ാമത്തെ വർഷം 4ാമത്തെ വർഷത്തേക്ക്, 2ാമത്തെ വർഷം 5ാമത്തെ വർഷത്തേക്ക്, 3ാമത്തെ വർഷം 8ാമത്തെ വർഷത്തേക്ക്, 3ാമത്തെ വർഷം 6ാമത്തെ വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ റിക്കറിംഗ് ആയിട്ട് ചെയ്തു. അപ്പോ ആഴ്ചകളുടെ, മാസങ്ങളുടെ, വർഷങ്ങളുടെ FDകൾ 3 വീതം ഓരോ ലക്ഷം രൂപയുടെ മെച്ചുർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 9 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് റിന്യൂ ആയി പോകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇത് വളരെ നല്ലൊരു മെത്തേഡായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാമെന്നായിട്ട് കരുതിയത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 200 ബാങ്കുകളിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നിങ്ങൾക്ക് പരിഗണിക്കാം. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.